മലയാളത്തിൽ ശാസ്ത്ര പുസ്തകങ്ങളോ ശാസ്ത്രലേഖനങ്ങളോ ഒന്നും പ്രസിദ്ധീകരിക്കാതിരുന്നൊരു കാലഘട്ടമാണ്. അന്ന് കുറച്ച് ലേഖനങ്ങളോ മറ്റൊക്കെ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര പ്രചരണത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനമുണ്ടായി വരിക, അതിൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിക്ക് പങ്കാളിയാകുക എന്നുള്ളത് ഒരു ആഗ്രഹം കൂടിയാണ്. അതാണ് അതിലേക്ക് പിന്നെ കൂടുതൽ ഇത് വരിക. അപ്പോൾ സ്ട്രോങ് ആയിട്ട് അങ്ങനെ സോഷ്യൽ ഇഷ്യൂസ് ഏറ്റെടുക്കേണ്ടതില്ല എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ ആർഗ്യുമെൻറ്റ്, നിങ്ങൾ സോഷ്യൽ ഇഷ്യൂസ് ഏറ്റെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം പൊളിറ്റിക്കൽ. അപ്പോൾ അത് പൊളിറ്റിക്കൽ ആവാൻ പറ്റില്ല. സയൻസ് കനോട്ട് ബി പൊളിറ്റിക്കൽ. സൊസൈറ്റിക്കകത്ത് രണ്ട് വിഭാഗം ആളുകളുണ്ട്. ധനികരുമുണ്ട്, ദരിദ്രരുമുണ്ട്. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ധനിക വിഭാഗം ദരിദ്രരെ ചൂഷണം ചെയ്തിട്ടാണ് അവർ ധനികരായിക്കൊണ്ടിരിക്കുന്നത്, ഇല്ലേ? അപ്പോൾ ആ ചൂഷണത്തിന് എതിരെ, അതായത് ഈ ദരിദ്രവൽക്കരണ ധനികവൽക്കരണ പ്രക്രിയയെ പറ്റുമെങ്കിൽ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ, അതാണ് സാമൂഹ്യ വിപ്ലവം എന്ന് പറഞ്ഞ് ഞങ്ങൾ അർത്ഥമാക്കിയത്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിലുള്ള ശാസ്ത്രം, ഒരു വ്യവസായ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഫാക്ടറി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടില്ലേ, ഇവിടേക്കാണല്ലോ യഥാർത്ഥത്തിൽ സയൻസ്. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടൊരു സാധനമാണ്. അല്ലാതെ ലാബറട്ടറിയിലോ മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളിലോ ഇരുന്ന് തലപുകഞ്ഞ് ആലോചിച്ചുണ്ടാക്കേണ്ട ഒരു സാധനം മാത്രമല്ല, അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. നയൻറ്റീൻ 1972 ബിഗിനിങ്ങിൽ ഫെബ്രുവരിയിൽ, പ്രിസൈസ്ലി 2 ഫെബ്രുവരി, ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സയൻറ്റിഫിക് ഓഫീസറായിട്ട്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡെസിഗ്നേഷൻ, കോളേജിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയതാണ്. അന്ന് തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ വർക്ക് ചെയ്യുന്ന നേരത്താണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ശാസ്ത്രാഹിത്യ പരിഷത്തിൻ്റെ മുൻനിര ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ എം പി പരമേശ്വരൻ ഉണ്ടായിരുന്നു, CP നാരായണൻ ഉണ്ടായിരുന്നു, പിന്നെ മലയാളത്തിൽ ഇതൊക്കെ എഴുതുന്ന കക്ഷികളൊക്കെ CK മൂസതുണ്ട്, സുബ്രഹ്മണ്യൻ നമ്പൂരിപ്പാടുണ്ട്, NV കൃഷ്ണവാര്യരാണ് എൻ്റെ ഡയറക്ടർ. പിന്നെ മലയാള സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പേര്, വിഷ്ണുനാരായണൻ നമ്പൂരി, നാരായണക്കുറുപ്പ്, അങ്ങനെ വലിയ സംഘമുള്ള സ്ഥലമാണ്. അപ്പോൾ ഒരു വളരെ ചെറുപ്പക്കാരനായ വളരെ ജൂനിയറായിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങളുടെ 2 കൂട്ടരും ഫിസിക്കൽ സയൻസിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയും റൂംസ് തൊട്ടടുത്തായിരുന്നു. അപ്പോൾ കോമൺ ആയിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. പുതിയ വാക്കുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. സോ നാച്ചുറലി ഐ വാസ് അട്രാക്റ്റഡ് ടു ദിസ് തിങ്. അതൊരു പക്ഷേ MP പരമേശ്വരനാണ് എന്നെ ആ രീതിക്ക് മോൾഡ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചുള്ളത്. MP പതുക്കെ അതൊരു MP ആരാധനയിലേക്ക് എത്തിപ്പെടുന്ന ഒരു തലത്തിൽ എത്തിപ്പെട്ടു. അങ്ങനെയാണ് പതുക്കെ ഞാൻ പരിഷത്തുകാരനാകുന്നത്. അതവിടെ ജോയിൻ ചെയ്ത് ഞാൻ പറഞ്ഞില്ല 2 ഫെബ്രുവരിയിലാണ് പറഞ്ഞത്. പിറ്റേ ആഴ്ച പരിഷത്തിൻ്റെ സംസ്ഥാന സമ്മേളനമായിരുന്നു കോഴിക്കോട് വെച്ച്. അതിൽ പങ്കെടുത്തു നേരെ ഇവിടുന്ന് പോയിട്ട്. പിന്നെ അവിടുന്ന് ദെർ വാസ് നോ ഗോയിങ് ബാക്ക്. അടുത്ത കൊല്ലം മുതൽ തന്നെ എൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരും സെൻട്രൽ. സോ അതാണ് പരിഷത്തിൽ വരുന്നതിനിടയെ കാരണം. പക്ഷെ ഒരിക്കൽ വന്ന് ഇടപെടലൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഐ ഡിഡ്ന്റ് ഗോ ബാക്ക്. അതിൽ തന്നെ കുറച്ചങ്ങോട്ട് പോവുകയാണ് ചെയ്യും ഇപ്പോഴും. അല്ല, MP പരമേശ്വരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി സ്വാഭാവികമായിട്ടും സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ ഞാനവിടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുന്നത് ഈ ശാസ്ത്ര പുസ്തകങ്ങളും ശാസ്ത്രദാനങ്ങളും ഒക്കെ മലയാളത്തിലാക്കുക എന്നുള്ളൊരു ആശയം വെച്ചാൽ, മലയാളം മീഡിയ ആക്കുക എന്നുള്ളത്. അപ്പോൾ അതോടുകൂടി വരുന്നൊരു സാധനമാണ് ശാസ്ത്രം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പരിഷത്ത് അന്ന് വർക്ക് ചെയ്യുന്നത് വാസ്തവത്തിൽ ആ ഒരു ആംഗിൾ വെച്ചിട്ടാണ്. മലയാളത്തിൽ ശാസ്ത്ര പുസ്തകങ്ങളോ ശാസ്ത്രലേഖനങ്ങളോ ഒന്നും പ്രസിദ്ധീകരിക്കാതിരുന്നൊരു കാലഘട്ടമാണ്. അന്ന് കുറച്ച് ലേഖനങ്ങളോ മറ്റൊക്കെ മാതൃഭൂമിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്ര പ്രചരണത്തിന് വേണ്ടി ഒരു പ്രസ്ഥാനമുണ്ടായി വരിക, അതിൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള രീതിക്ക് പങ്കാളിയാകുക എന്നുള്ളത് ഒരു ആഗ്രഹം കൂടിയാണ്. അതാണ് അതിലേക്ക് പിന്നെ കൂടുതൽ
ഇത് കിട്ടും. അപ്പോൾ കൂടുതലായിട്ട് സ്കൂൾ ടീച്ചേഴ്സിനെയൊക്കെ ബന്ധപ്പെടാനും ആളുകളൊക്കെ ആയിട്ട് എൻ്റെ വിഷയം കെമിസ്ട്രിയാണ്. അപ്പോൾ ഐ വാസ് കൺസിഡേർഡ് എ ഗുഡ് ടീച്ചർ, അങ്ങനെ തന്നെ പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് കുറച്ചുകൂടി ആക്സെപ്റ്റൻസ് കിട്ടുകയുണ്ടായി. അപ്പോൾ ആ മേഖലയിൽ ഇടപെടാനുള്ള സൗകര്യമുണ്ട്, താല്പര്യമുള്ളൊരു വിഷയമാണ്. അതിനുള്ളൊരു അവസരം കിട്ടുമ്പോൾ നാച്ചുറലി അതിനോട് അങ്ങ് അട്രാക്ട് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അന്ന് ഞങ്ങൾ പുസ്തക പ്രസിദ്ധീകരണമൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. മാസികകളുണ്ട്, ശാസ്ത്രഗതിയുണ്ട്, യുറീക്കൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ശാസ്ത്രകേരളമുണ്ട്. അത് 60കളിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മാസിക. ആദ്യം തുടങ്ങിയത് ശാസ്ത്രഗതിയാണ്. അപ്പോൾ കുറച്ചൊക്കെ വല്ലതൊക്കെ എഴുതാനും തുടങ്ങിയെന്ന് തന്നെ. ആദ്യം എഴുതിയിരുന്നത് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു, വിജ്ഞാന കൈരളി എന്ന് പറഞ്ഞു. ഇപ്പോഴും ഉണ്ടാ സാധനം. വിജ്ഞാന കൈരളിയിലാണ് ആദ്യം വല്ലതൊക്കെ എഴുതിയിട്ടുള്ളത്. അതൊരു ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് എഴുതിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീടാണ് പരിഷത്തിൻ്റെ ഇതിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ദാറ്റ് വാസ് ദ ബിഗിനിങ്. അത് വെച്ച് പിന്നെ അങ്ങ് ഫുള്ളായിട്ട് പോകുന്നത്. അന്ന് പിന്നെ ഇത് അത്രയ്ക്കൊന്നും ഇപ്പോൾ ആരും അറിയാത്ത അക്കാലത്തൊരു വലിയ പ്രവർത്തനം ഉണ്ടായിരുന്നു. കോഴിക്കോട്ടുകാരൻ അവിടെ തിരുവനന്തപുരത്ത് അന്ന് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് വർക്ക് ചെയ്തിരുന്ന MN സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു. MNS ആണ് പിടിച്ച് പരിഷത്തിലെ മെമ്പറാക്കിയത്. ജോയിൻ ചെയ്യുന്നത് തന്നെ ലൈഫ് മെമ്പറായിട്ടാണ്, ആജീവനാംഗം. അത് അന്നേ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആജീവനാംഗം എന്നുള്ളൊരു ഇത്. അതാ ഇറ്റ്സ് സോ ഹാപ്പൻ ദാറ്റ് വേ. 60s ഇത് തുടങ്ങിയപ്പോഴും ഒരു പ്രൈമറി എയിം ഇത് മാത്രമേ ഉണ്ടായിരുന്നു, സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ട് മാതൃഭാഷ ഉപയോഗിക്കാം. അതുവഴി പൊതുസമൂഹത്തിലേക്ക് ശാസ്ത്ര വിഷയങ്ങൾ എത്തിക്കുക, ശാസ്ത്രവിജ്ഞാനം എത്തിക്കുക, അതേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ന് ഞങ്ങൾ പരിഷത്തുകാർ പറയുന്നത് പോലെ ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, ശാസ്ത്രബോധം, അല്ലേ, ശാസ്ത്രീയ അവബോധം, ആ വക കാര്യങ്ങളൊക്കെ ഒന്നും അന്നിപ്പോൾ ആലോചിച്ചിട്ടില്ല. കുറച്ച് സയൻറ്റിഫിക് ഫാക്ട്സ് ആളുകളുടെ മുമ്പിൽ ഇൻഫർമേഷൻ ഡെസിമിനേറ്റ് ചെയ്യുക എന്നൊരു ആംഗിളിലാണ് നിന്നത്. അതുകൊണ്ട് നല്ല പങ്കും കോളേജ് അധ്യാപകർ, യൂണിവേഴ്സിറ്റി അധ്യാപകർ, ഇങ്ങനെയുള്ള കൂട്ടരൊക്കെ ആയിരുന്നു. കുറച്ച് ഹൈസ്കൂൾ ടീച്ചേഴ്സും ഇതൊക്കെ ആയിരുന്നു പരിഷത്തിലെ മെമ്പേഴ്സ്. ബാക്കിയുള്ള കാറ്റഗറി ഒന്നും പരിഷത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് കുറേ പേരുണ്ട്, കോഴിക്കോടാണ് കൂടുതൽ പേരുണ്ടായിരുന്നത് കേന്ദ്രീകരിച്ച്, എറണാകുളത്തുണ്ടായിരുന്നു പ്രസാദ് മാഷ്, അങ്ങനെയുള്ള കുറേ പേര്. അപ്പോൾ ഓരോ പോക്കറ്റുകളിലും കുറേ ഇത്തരത്തിലുള്ള അക്കാഡമിക്സ് ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ് കമ്മ്യൂണിക്കേഷൻ അവരുടെ സംഘമായിട്ട് വന്നു. പതുക്കെ അതിനകത്തേക്ക് കുറേ കൂടി സ്കൂൾ ടീച്ചേഴ്സൊക്കെ കൂടുതൽ വരാൻ തുടങ്ങി. മെയിൻലി സ്കൂളിലെ സയൻസ് ടീച്ചേഴ്സ്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ബാക്കിയുള്ളവർ കുറവാണ്. ഇവരൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഡിസ്കഷൻസും ഒക്കെ തന്നെ കുറച്ചുകൂടി ബ്രോഡ് ബേസ്ഡാവാൻ തുടങ്ങി. ആ ബ്രോഡ് ബേസ്ഡ് ഡിസ്കഷൻസിൻ്റെ ബേസിസിലാണ് 70കളിൽ, പ്രിസൈസ്ലി 1975 ഞങ്ങളൊരു വർക്കേഴ്സ് ക്യാമ്പ് ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്നത്. അത് തൃശ്ശൂർ പീച്ചിയിൽ വെച്ചായിരുന്നു. അറിയപ്പെടുന്നത് പീച്ചി ക്യാമ്പ് എന്നാണ് അറിയുന്നത്. അപ്പോൾ ആ പീച്ചി ക്യാമ്പിൽ വെച്ചാണ് ഇന്നത്തെ കാഴ്ചപ്പാടിലേക്ക് വാസ്തവത്തിൽ സംഘടന മാറുന്നത്. സോഷ്യൽ സയൻസ് ഇഷ്യൂസ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് വലിയ കോൺട്രവേഴ്സ്യലായിരുന്നു അന്നത്തെ ഡിസ്കഷൻ. അതിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. പീച്ചി ക്യാമ്പിൽ ഞാനൊന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ്. ഈ മുഴുവൻ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിലും അതിൻ്റെ സീരിയസ്നെസ് ആ രീതിക്ക് ഉൾക്കൊണ്ട് ഇറ്റ് വാസ് എ 3-day ക്യാമ്പ്, റെസിഡൻഷ്യലായിട്ട് 3 ദിവസത്തെ ക്യാമ്പ്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് അങ്ങനെ സോഷ്യൽ ഇഷ്യൂസ് ഏറ്റെടുക്കേണ്ടതില്ല എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ ആർഗ്യുമെൻറ്റ്, നിങ്ങൾ സോഷ്യൽ ഇഷ്യൂസ് ഏറ്റെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം പൊളിറ്റിക്കൽ. അപ്പോൾ അത് പൊളിറ്റിക്കൽ ആവാൻ പറ്റില്ല. സയൻസ് കനോട്ട് ബി പൊളിറ്റിക്കൽ. സയൻസ് എന്താ പറയുക, പൊളിറ്റിക്കലി ന്യൂട്രൽ ആവണം. അപ്പോൾ പൊളിറ്റിക്കലി ന്യൂട്രൽ ആവുന്ന സയൻസിലേക്ക് നിങ്ങൾ ഒരു പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടൊരു സോഷ്യൽ ഇഷ്യൂ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ, അതൊരു വലിയ കണ്ടൻഷ്യസ് ഇഷ്യൂ ആണ്. അത് പൊളിറ്റിക്സിനെ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നം എന്നാണ് ഞാനിപ്പോൾ പറയാം. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ വന്നുപെട്ട ഉടനെ എൻ്റെ പാർട്ടി പൊളിറ്റിക്സിലേക്ക് വന്നുപോഴും ഇല്ലേ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് എന്ന അല്ലാണ്ട് വേറൊന്നുമില്ല. ഓരോ ആക്ടിവിറ്റിക്കും അതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് വരുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ ഇറലവൻ്റാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതേ പൊളിറ്റിക്കൽ പാർട്ടിയെ തന്നെ വേറൊരു ഘട്ടത്തിൽ ഒപ്പോസ് ചെയ്യേണ്ടി വരും അല്ലേ. അത് ആ പോളിസി അല്ലെങ്കിൽ പ്രപ്പോസൽ, പ്രോജക്റ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് നമ്മളത് സയൻറ്റിഫിക്കായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇവാലുവേഷൻ തെറ്റിപ്പോകാം.
ഇല്ലേ? അത് മനുഷ്യനാണല്ലോ തെറ്റ് പറ്റിയത്. പക്ഷെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത രീതിക്ക് അനുസരിച്ച് അത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ വി ഔട്ട് ഓപ്പോസിറ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ആളുകൾ പറയണത് പോലെ നമുക്കങ്ങനെ ഒരു പൊളിറ്റിക്കൽ കളറും കവറും ഒന്നുമില്ല. ഓഫ് കോഴ്സ് വേറൊന്നുണ്ട്, ഇപ്പോൾ ലെഫ്റ്റ് പാർട്ടീസുമായി ബന്ധപ്പെട്ട ആളുകളാണ് ധാരാളമായി പരിഷത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഒരു ലെഫ്റ്റ് മെൻറ്റാലിറ്റി സംഘടനയ്ക്കുണ്ടെന്ന് പറയാം. അതിനെ ഞങ്ങൾ എതിർക്കുന്നുമില്ല. ഒരു ഇടതുപക്ഷ ചായ്വെന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷ മനസ്സോ എന്ന് പറഞ്ഞു. കാരണം ഇടതുപക്ഷ മനസ്സിനെ കാണുന്നത് ഇപ്പോൾ വേണമെങ്കിൽ വേറെ രീതിക്ക് വരാം. കുറച്ചുകൂടി ഒരു ഗാന്ധിയൻ അപ്രോച്ച് അതായിരുന്നില്ലേ അല്ലേ? ഇപ്പോൾ ഒരു ഡെവലപ്മെൻ്റൽ ഇഷ്യൂസിനെ കുറിച്ച് ഗാന്ധിയോട് ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യം കേട്ടിട്ടുണ്ട് ഞാൻ. ഏത് തരം ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിനെയാണ് താങ്കൾ അനുകൂലിക്കുക എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു ദ പൂറസ്റ്റ് ഓഫ് ദ പൂവർ ഐ വിൽ സപ്പോർട്ട് ഇറ്റ്. ഒരു ദരിദ്രനായ ഒരാൾക്ക് അത് ഗുണകരമാണെങ്കിൽ ഞാൻ അതിനെ പിന്തുണയ്ക്കും. ഇതേ നമ്മളെടുത്തിട്ടുള്ളൂ. നമ്മളന്ന് പറഞ്ഞ കാര്യം ഇതാണ്, സൊസൈറ്റിക്കകത്ത് രണ്ട് വിഭാഗം ആളുകളുണ്ട്, ധനികരുമുണ്ട് ദരിദ്രരുമുണ്ട്. അതിപ്പോഴും ഉണ്ട്. അപ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ ഈ ധനിക വിഭാഗം ദരിദ്രരെ ചൂഷണം ചെയ്തിട്ടാണ് അവർ ധനികരായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ചൂഷണത്തിന് എതിരെ, അതായത് ഈ ദരിദ്രവൽക്കരണ ധനികവൽക്കരണ പ്രക്രിയയെ പറ്റുമെങ്കിൽ ഒന്ന് റിവേഴ്സ് ചെയ്യാൻ, അതാണ് സാമൂഹ്യ വിപ്ലവം എന്ന് പറഞ്ഞ് ഞങ്ങൾ അർത്ഥമാക്കിയത്. അതിന് ശാസ്ത്രത്തെ ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം മൊത്തം ഗ്രോത്തിന് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നൊരു സാധനമാണ് സയൻസും ടെക്നോളജിയും. ഇന്ന് സയൻസിനേക്കാൾ കൂടുതൽ ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ടെക്നോളജി ആരുടെ കയ്യിലാണ്? ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ വെൽത്തി. ഇപ്പോൾ നമ്മൾ വേറെ വാക്കൊക്കെ പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ കയ്യിലാണെന്നൊക്കെ പറയാം അല്ലേ? അപ്പോൾ അവരുടെ കയ്യിലാണ് ഈ സാധനം. പക്ഷെ വാസ്തവത്തിൽ സയൻസിൽ വർക്ക് ചെയ്യണത് ആരാ? ഇത് സോക്കോൾഡ് വർക്കിംഗ് ക്ലാസ്സാണ്. ഒരു കമ്പനിയുടെ ഫാക്ടറിയിൽ ഉടമ ഒരാളായിരിക്കാം, പക്ഷെ അവിടെ മുഴുവൻ ഓപ്പറേഷൻസ് മുഴുവൻ നടത്തുന്ന ആരാ? താഴെയുള്ള വർക്കേഴ്സ്. ഇനി വർക്കറെ തന്നെ പല രീതിക്ക് ക്ലാസിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. മാനേജറെ വർക്കറുടെ കൂട്ടത്തിൽ പെടുത്തില്ലല്ലോ അല്ലേ? അയാളെ ലേബറായിട്ട് വെച്ചിട്ടില്ല. ലേബർ എന്ന് പറഞ്ഞാൽ അയാളും ലേബറാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം ഇതല്ലേ? വാട്ട് അബൌട്ട് ദി IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാരാ? അവർ എന്താ പറയുക, ട്രേഡ് യൂണിയനിൽ വരേണ്ട തൊഴിലാളികളാണ് അവർ. ആ തൊഴിലാളിക്ക് ബിടെക് ഉണ്ട് M.Tech ഉണ്ട് എന്നുള്ളതൊക്കെ വേറെ കാര്യം, പക്ഷെ അവർ തൊഴിൽ ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ അവർ ആ ആംഗിളിലാണ് നമ്മൾ കാണുന്നത്. ആ വർക്ക് ഇവരാണ് വാസ്തവത്തിൽ. അങ്ങനെയാണ് ഞങ്ങളൊരു മുദ്രാവാക്യം പതുക്കെ രൂപപ്പെട്ട് കൊണ്ടുവന്നത്. ശാസ്ത്രം അധ്വാനം, അധ്വാനം സമ്പത്ത്, സമ്പത്ത് ജനനന്മയ്ക്ക്, പിന്നെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പോലെ A=B, B=C, C= അല്ലേ? അതുകൊണ്ട് A=, അവസാനം വന്ന് ശാസ്ത്രം ജനനന്മയ്ക്ക്. ഇത് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെയാണ്. ദാറ്റ് ഹാപ്പൻ ഡ്യൂറിങ് ദ 70s. അപ്പോൾ അത് വരുമ്പോഴാണ് ഒരു വലിയ മാറ്റം, ഈ തലത്തിൽ കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അക്കാഡമിക്സ് അല്ലാത്ത കുറേ ആളുകൾ കൂടി സംഘടനയുടെ ഭാഗമാകാൻ തുടങ്ങി. ഒരു സോഷ്യൽ ചേഞ്ചിന് വേണ്ടി മനസ്സിൽ ഇത് വെച്ചുകൊണ്ടിരുന്ന ഈ ദരിദ്രരായി തന്നെ ഇടുന്ന ടെക്നോളജിയുടെ മറ്റൊരു പിടുത്തത്തിൽ നിന്ന്, അങ്ങനെ നമ്മൾ ഉപയോഗിച്ച വാക്കങ്ങനെയാണ്, ശാസ്ത്രത്തെ അതിൻ്റെ യഥാർത്ഥ പ്രയോക്താക്കളായ സാധാരണക്കാരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക. കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അത് നടന്നിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് നടന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആഗ്രഹം തെറ്റായി എന്ന് വരാൻ പറ്റില്ലല്ലോ. അത് അന്നത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന്. കാരണം ടെക്നോളജിയുടെ വളരെ കുറച്ച് ആളുകളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലെത്തി. അത് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അതിനകത്ത് വൈറസായി. ഇപ്പോൾ AI തന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഏതാനും ആളുകളുടെ കയ്യിലേക്ക് ഒതുങ്ങിപ്പോയില്ല അല്ലേ? ഇപ്പോൾ ഇലക്ട്രോണിക് മേഖലയിലോ ഒക്കെ തന്നെ IT സെക്ടറിലൊക്കെ പ്രവർത്തിക്കുന്ന മൾട്ടിനാഷണൽസ് തന്നെ കുറേ പേരുണ്ടെന്ന് വയ്ക്കാം, കോർപ്പറേറ്റുകൾ. അവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഒരേപോലെ ഹോൾഡ് കിട്ടുന്നില്ലല്ലോ. ഒരു പക്ഷേ ഒന്നോ രണ്ടോ പേരുടെ കയ്യിലേക്ക് മുഴുവനും ഒതുങ്ങിപ്പോകും. ദിസ് ഹാപ്പൻസ്. പക്ഷെ അത് സമ്മതിക്കാതെ അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആലോചിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വരണമെങ്കിൽ അടുത്ത ലെവൽ വരുന്നത് അങ്ങനെയാണ്. ജനങ്ങൾക്ക് എന്താണ് ശാസ്ത്രമെന്നും ശാസ്ത്രത്തിൻ്റെ രീതി എന്താണെന്നും മനസ്സിലാവണം. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിലുള്ള ശാസ്ത്രം, ഒരു വ്യവസായ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഫാക്ടറി തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടില്ലേ, ഇവിടെയൊക്കെയാണല്ലോ യഥാർത്ഥത്തിൽ സയൻസ്. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടൊരു സാധനമാണ്. അല്ലാതെ ലാബറട്ടറിയിലോ
മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളിലോ ഇരുന്ന് തല പുകഞ്ഞ് ആലോചിച്ചുണ്ടാക്കേണ്ട ഒരു സാധനം മാത്രമല്ല, അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ബോധ്യം വെച്ചിട്ടാണ് നമ്മൾ താഴത്തേക്ക് കർഷകരിലേക്ക് മറ്റൊരുക്കുക. സോ വിവേഴ്സ്, ഒരു ചെറിയ ഗ്രൂപ്പാണ് പരിഷത്ത് എന്ന് പറഞ്ഞാൽ, വലിയ സംഘമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയും, ഇപ്പോഴും എനിക്ക് മെമ്പർഷിപ്പ് കൂട്ടുന്നതിനോട് വലിയ യോജിപ്പുള്ള ആളല്ല ഞാൻ. ഇപ്പോൾ സംഘടന മൊത്തം പ്ലാൻ ചെയ്യണം ഈ വർഷം ആകുമ്പോഴേക്കും നമുക്ക് 1 lakh മെമ്പേഴ്സ് വേണമെന്നാണ്. ഈ 1 lakh എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്ര 3.5 കോടി ആളില്ലേ അല്ലേ? അപ്പോൾ 3.5 കോടിയിൽ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ നിസ്സാര നമ്പറല്ലേ, വളരെ നിസ്സാരമാണ്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കൊരു 1000 പേർക്ക് തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ? നിങ്ങളുടെ ആക്ഷൻസ്, ആ പ്രവർത്തനം, അതിൻ്റെ പുറകിലുള്ള കാഴ്ചപ്പാട്, അത് മൊത്തം സമൂഹത്തെ സ്വാധീനിക്കുന്നുവെങ്കിൽ ആ 1000 പേരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. 1000 പേരിൽ ചിലപ്പോൾ 1-2 വ്യക്തികൾ, ഒരു വ്യക്തി പോലും അങ്ങനെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. നാരായണ ഗുരു, അയ്യങ്കേലൊക്കെ അതുപോലുള്ള ആളല്ലേ. അപ്പോൾ ആ രീതിക്ക് പതുക്കെ ഇതായിട്ട് വന്നപ്പോൾ, അപ്പോൾ നമ്പറല്ല പ്രശ്നം, മെമ്പർഷിപ്പ് അല്ല പ്രശ്നം, ദി ഐഡിയ, കൺസെപ്റ്റ്, കാഴ്ചപ്പാട്. അപ്പോൾ ഈ കാഴ്ചപ്പാടുമായിട്ടാണ് നമ്മളത് കൊടുത്തത്. 70കളിൽ ഞങ്ങൾ തുടങ്ങിയൊരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് വിളിച്ചിരുന്നത് ഗ്രാമശാസ്ത്ര സമിതികൾ എന്നായിരുന്നു. റൂറൽ സയൻസ് ഫോറം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്ന് എടുത്ത കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു: ഒരു പ്രദേശത്തിൻ്റെ വികസന സാധ്യതകളെക്കുറിച്ച് അഭിപ്രായം പറയുകയും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് ആ പ്രാദേശിക സമൂഹമാണ്. പ്രാദേശിക സമൂഹം എന്ന് പറഞ്ഞൊരു പഞ്ചായത്താവാം, ഒരു വാർഡാവാം. ഇവിടെ ഇന്ന സാധ്യതകളുണ്ട്, അതനുസരിച്ച്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് ഇപ്പോഴത്തെ ടെർമിനോളജിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ റൂറൽ പ്ലാനിങ് ഫോറം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനൊരു സാധനം ഉണ്ടാവണം. അവരവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കട്ടെ. തീരുമാനിക്കാൻ അവർക്ക് അധികാരമൊന്നുമില്ല, നടപ്പിലാക്കാൻ അവർക്ക് അധികാരമില്ല, പക്ഷെ ആലോചിക്കട്ടെ. പക്ഷെ അന്ന് സംഘടനയുടെ ശേഷിയൊക്കെ അനുസരിച്ച് എല്ലാവിടെയും ഒന്നും ചെയ്യാനൊന്നും നമുക്ക് പറ്റിയില്ല. പക്ഷെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമുക്കൊരു 10-200 റൂറൽ സയൻസ് ഫോറംസ് ഉണ്ടാക്കാൻ പറ്റി. ഈ റൂറൽ സയൻസ് ഫോറംസുമായിട്ട് ഗ്രാമശാസ്ത്ര സമിതിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പരിഷത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആദ്യം അവിടെയാണല്ലോ പരിഷത്തായിട്ട് ഞാൻ നിന്ന കാലം. അപ് ടു 84 ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ഈ ഗ്രാമശാസ്ത്ര സമിതികൾ കുറേ ഉണ്ടാക്കി. ഇതൊക്കെ വരുന്ന പീരീഡിൽ ചെറിയ പൊളിറ്റിക്കൽ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഒപ്പോസിഷനൊന്നും ഇല്ലാത്ത കാലമൊന്നുമില്ല. ശാസ്ത്രായുധ പരിഷത്ത് ദൈവനിഷേധികളാണ് എന്ന് പറയുന്ന ആളുകൾ, അങ്ങനെ വരുന്ന നമ്മൾ വിജ്ഞാന പരീക്ഷയൊക്കെ തുടങ്ങി സ്കൂളുകളിൽ പരീക്ഷയൊക്കെ അതിപ്പോഴും ഉണ്ടല്ലോ. യുറീക മാസി ഇതൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ 2 ബിഷപ്പന്മാരെങ്കിലും അവരുടെ അവിടെയുള്ള സ്കൂളുകളിലൊന്നും പരിഷത്തിനെ കയറ്റരുതെന്ന് ഇടയിലേഖനം ഇറക്കി. അത് മധ്യ കേരളത്തിലാണ്. ആളുകളുടെ പേര് പറഞ്ഞാൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഒന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പാണ്, മറ്റത് കോതമംഗലാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ ചിലരെങ്കിലും പറഞ്ഞത് നമ്മൾ ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ നടത്തുന്ന ഒരു ക്യാമ്പയിൻ, അത് തട്ടേണ്ടടുത്ത് തട്ടി എന്നുള്ളതിൻ്റെ ലക്ഷണമാണിത്. അതേപോലെ തന്നെ രണ്ടാമത്തൊന്നുണ്ടാവുന്നത് പരിഷത്തിനെ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് ഇവിടെ കേരളത്തിലുള്ള ഒരു സ്വകാര്യ സ്കൂൾ അധ്യാപകരുടെ ഒരു സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഒരു കോൺഗ്രസ് MLA, പിന്നെ മന്ത്രിയൊക്കെ ആയ ആളാണ് അയാൾ ഇതുമായി ബന്ധപ്പെട്ട്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അടിയന്തരാവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ എൻവയൺമെൻറ്റിൽ ഇതൊക്കെ വളരെ എളുപ്പം നടക്കുമല്ലോ. പക്ഷെ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അറിയാമല്ലോ, അച്യുതമേനോൻ മുഖ്യമന്ത്രിയാണ്, കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി. കരുണാകരനാണ് ഫലത്തിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കും. ആ പീരീഡിലാണ് ഞാൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞത്. നമുക്ക് അത്ര നല്ലൊരു കാലഘട്ടം ആയിരുന്നില്ല. ഞങ്ങളെ അന്ന് സഹായിക്കാനായിട്ട് എത്തിപ്പെട്ടത് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ. ഡോക്ടർ ഗോപാലകൃഷ്ണൻ അന്ന് ഒരു പ്ലാനിംഗ് ബോർഡ് ഒരു വലിയ സർവേ ഒക്കെ നടത്തണമായിരുന്നു. ആ സർവേ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു, ഇത് ചെയ്യാനിപ്പോൾ കേരളത്തിൽ ആകെ പറ്റിയ ശാസ്ത്രായുധ പരിഷത്തിനാണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് പ്രോജക്റ്റ് ഇൻട്രസ്റ്റഡ് ടു ശാസ്ത്രായുധ പരിഷത്ത്, ഒരു പ്രോജക്റ്റ് വർക്ക്. അതൊരു കോൺട്രഡിക്ഷനിൽ നോക്കി നിങ്ങൾ ഒരു വൈരുദ്ധ്യം. കാരണം ഒരു ഭാഗത്ത് നമുക്കെതിരായിട്ടുള്ള സാധനം വരുന്ന നേരത്ത് ഇത് ഇവർ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. അതോടൊന്നിച്ച് ഉള്ള ഈ ഗ്രാമശാസ്ത്ര സമിതികളിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ച് കൊടുക്കാൻ, ലൈബ്രറികൾക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ആദ്യമായൊരു സർക്കാരിൻ്റെ ബില്ലിട്ടുണ്ട്. അങ്ങനെ കുറേ ലൈബ്രറികൾക്ക് നമ്മൾ ഒരു സയൻസ് കോർണർ, ഈ പുസ്തകങ്ങൾ വെക്കാൻ ഒരു ചെറിയ അൽമാരയും അതിനകത്ത് വെക്കാവുന്ന കുറേ പുസ്തകങ്ങൾ. അന്ന് പുസ്തകങ്ങളൊന്നും അധികം ഇല്ല. സയൻസിൽ മലയാളത്തിലുള്ള പുസ്തകങ്ങൾ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഈ നെസസിറ്റി വന്നപ്പോഴാണ്
നമ്മളുടെ സ്വന്തമായിട്ട് പ്രസിദ്ധീകരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പോൾ സയൻസ് എഴുതാനൊക്കെ ആൾ തയ്യാറാണ് എങ്കിൽ പോലും എഴുതി കഴിഞ്ഞാൽ പ്രസിദ്ധീകരിക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പോൾ പരിഷത്ത് സ്വന്തമായിട്ട് പുസ്തക പ്രസിദ്ധീകരണ സംവിധാനം ആദ്യം കാൻഫണ്ടുമായിട്ട് ഒക്കെ ചേർന്ന്, കാൻഫണ്ടല്ല, അത് നമ്മൾ വേറൊരു സാധനം അവിടെ തിരുവനന്തപുരത്ത് തുടങ്ങി, സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സ്റ്റെപ്സ് ഇപ്പോഴും ഉണ്ട്, സയൻറ്റിഫിക് ടെക്നിക്കൽ ആൻഡ് എഡ്യൂക്കേഷണൽ പബ്ലിഷിംഗ് എന്നൊക്കെ പറയുന്നത്, സൊസൈറ്റി പോലെ. ഞാനും ആ സൊസൈറ്റിയിലെ മെമ്പറൊക്കെ ആയിരുന്നു സ്റ്റെപ്സിൽ. ഞാൻ അവർക്കും വേണ്ടിയും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആദ്യം. പക്ഷെ അത് നമ്മുടെ പരിഷത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് മുഴുവൻ അങ്ങോട്ട് പോവില്ല എന്ന് വന്നപ്പോഴാണ് നമ്മൾ, ഇറ്റ് വാസ് ഡ്യൂറിങ് 1977 വി സ്റ്റാർട്ടഡ് പബ്ലിഷിംഗ്. ഞങ്ങളുടെ പ്രസിദ്ധീകരണ സംവിധാനം ആദ്യമായിട്ട് തുടങ്ങുന്നത്. അത് ആദ്യം തുടങ്ങുന്നത് 10 പുസ്തകങ്ങൾ ഒന്നിച്ച് ഇറക്കാമെന്ന് വെച്ചിട്ടാണ്, പ്രീ പബ്ലിക്കേഷൻ പോലെ. 10 പുസ്തകത്തിന് വേണ്ടി ക്യാമ്പയിനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല റെസ്പോൺസാണ് കിട്ടിയത്. സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റി. 10 പുസ്തകത്തിന് പകരം ഞങ്ങൾ 11 പുസ്തകം കൊടുത്തു. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു ശാസ്ത്ര ലേഖകൻ എന്ന രീതിയിൽ നിന്ന് വേണമെങ്കിൽ ഒരു ശാസ്ത്ര ഗ്രന്ഥകാരനായിട്ട് ഞാൻ മാറിയത് ആ പീരീഡിലാണ്. ഈ 11 പുസ്തകത്തിൽ ഒരു പുസ്തകം ഞാൻ എഴുതിയതായിരുന്നു. ആ സമയത്ത് എഴുതുന്നിടത്തൊക്കെ ഞാൻ എപ്പോഴും ഒരു കെമിസ്ട്രി മാഷ് മാത്രമാണ്. എനിക്കറിയാവുന്നൊരു സാധനം അതേ ഉള്ളൂ, വേറൊന്നുമില്ല. ബാക്കി വർത്താനം പറയാനൊക്കെ പറ്റുമായിരിക്കും. സോ ദാറ്റ് വേ ആ പ്രസിദ്ധീകരണ ശാഖ അങ്ങോട്ട് വളർന്നു വന്നിട്ട് ഇപ്പോൾ നമുക്കൊരു കൊല്ലം ഏതാണ്ട് 2.5-3 കോടി ഉൾപ്പെടെ പുസ്തകങ്ങൾ ഓരോ വർഷം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകം. പക്ഷേ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പരിഷത്തിനുള്ള കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, നമുക്ക് സമൂഹവുമായി സംവദിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ പറയുന്ന ദരിദ്രവൽക്കരണ ധനികവൽക്കരണവുമായി ബന്ധപ്പെട്ട സാധനം, ഇഷ്യൂസിൻ്റെ ശാസ്ത്രീയമായ കാഴ്ചപ്പാട്, എൻവയൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിലേക്ക് എത്തിക്കാൻ പറ്റുക, ശാസ്ത്രത്തിൻ്റെ ചരിത്രമടക്കം അതിന് പറ്റുന്ന പുസ്തകങ്ങൾ, അങ്ങനെ സെലക്റ്റീവായിട്ട് പ്രത്യേകമായ ആളുടെ ചുമതലപ്പെടുത്തി ഇന്ന് മുഴുവൻ പുസ്തകങ്ങൾ അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടില്ല. കാരണം പ്രസിദ്ധീകരണ ഒരു സംവിധാനമാണ് പരിഷത്തെന്ന് അറിയുമ്പോൾ, പരിഷത്തിലെ എഴുതാൻ അറിയുന്ന ആളുകൾക്കടക്കം പുസ്തകം എഴുതാനും എൻ്റെ പുസ്തകം എന്താ പ്രസിദ്ധീകരിക്കാത്തതെന്ന് വാശി പിടിക്കാനും ഒക്കെ അല്ലേ, എന്ത് തോന്നലാണെന്ന് ഞാൻ പറയുന്നില്ല അതിന്, അല്ലേ, അതുണ്ടാവാം. അങ്ങനെ ചില പുസ്തകങ്ങൾ ചിലപ്പോൾ വരികയും ചെയ്യും, ഈ മൊത്തം ഈ കൺസെപ്റ്റിലേക്ക് മാത്രം ഒതുങ്ങാതെ. പക്ഷെ എന്നാലും ചിട്ടയായിട്ടൊരു പരിശോധന നടത്തിയിട്ട് നമ്മളിപ്പോഴും പുസ്തകങ്ങൾ എടുക്കാറുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുമായി ചേർന്ന് പോകാത്തത് വേണ്ട എന്നങ്ങ് തീരുമാനിക്കും. ഈ പ്രസിദ്ധീകരണം വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു അഡ്വാൻറ്റേജ് കിട്ടി. സംഘടനയെ നിലനിർത്താൻ പറ്റുന്നൊരു വഴിയായത്. ആരെയൊന്നും സംഭാവന മേടിക്കണ്ട, വേറെ യാതൊന്നും മേടിക്കണ്ട, പ്രവർത്തകർ അത്യാവശ്യത്തിന് വേണ്ട പ്രവർത്തനത്തിന് വേണ്ട കാശ് പുസ്തകം വിറ്റുണ്ടാക്കുക. ഒരു ചെറിയ എമൗണ്ട് അതിന് കമ്മീഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഏതാണ്ട് ഞങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ 8 to 10% നമുക്ക് അൾട്ടിമേറ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ദാറ്റ് ഇസ് ഇനഫ് സംഘടന നടത്തി കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ ആലോചിച്ച് ഒരു കൊല്ലം നമ്മൾ 2 കോടി ഉൾപ്പെടെ പുസ്തകം വെക്കുകയാണെങ്കിൽ അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായി? 20 ലക്ഷം റുപ്യയില്ലേ? 20 ലക്ഷം റുപ്യക്ക് ധാരാളമാണ് സംഘടന അവിടെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇപ്പോൾ സംഘടനയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ധാരാളം ഓഫീസുകളുണ്ട്. കോഴിക്കോട് ഓഫീസുണ്ട്, തൃശ്ശൂർ ഓഫീസുണ്ട്, എറണാകുളത്ത് ഓഫീസുണ്ട്. ഇതൊക്കെ തന്നെ അവിടെയുള്ള പ്രവർത്തകരുടെ സംഭാവനയാണ്. അവർ അധികമായി പുസ്തകം വിറ്റ് സമാഹരിച്ച കാശ്, ചിലയിടത്ത് അങ്ങനെയല്ല, പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ 1000-2000 ഒക്കെ വെച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. മോശമൊന്നുമല്ല പല സ്ഥാപനങ്ങൾ. ഇപ്പോൾ പോയിട്ടുണ്ടോ? കോഴിക്കോട് ഓഫീസ് കണ്ടിട്ടുണ്ടോ? കോഴിക്കോട് ഓഫീസുണ്ട്, തൃശ്ശൂർ ഓഫീസാണ് ഫലത്തിൽ ഹെഡ്ക്വാർട്ടറായിട്ട് വരുന്നത്. ഇപ്പം അതിൻ്റെ വേറൊരു ഗതികേടായി, പുസ്തകം വെക്കാനുള്ള സ്ഥലമായിട്ട് മാറിയത് ഒരു ഗോഡൗണായിട്ട് മാറിപ്പോയി. മുകളിലൊരു മീറ്റിംഗ് കൂടുന്ന അല്ലാതെ ബാക്കി മുഴുവൻ പുസ്തകങ്ങൾ വയ്ക്കുന്ന സ്ഥലം. പക്ഷേ ഇത് വരുമ്പോൾ അത് ചിലപ്പോൾ ദോഷത്തിലേക്ക് പോവുകയും ചെയ്യാം. എന്താ ദോഷമാകാൻ പറ്റുന്നത്? ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയി കഴിയുമ്പോൾ, പ്രത്യേകിച്ചും സമ്പത്ത് വരുമ്പോൾ, അല്ലേ, അതുമായി ബന്ധപ്പെട്ട് ചില ഇഷ്യൂസൊക്കെ അതെല്ലാവരും ഉണ്ടല്ലോ. പൊളിറ്റിക്കൽ പാർട്ടീസിലുണ്ട്, എന്തിനാ പറയുക, മതസ്ഥാപനങ്ങളിലില്ലേ ഇഷ്യൂസ്, ഈ സമ്പത്തും സ്വത്തൊക്കെ ഉണ്ടാക്കുന്നത്. ഏതായാലും ഇതുവരെ ഒന്നും അങ്ങനെ ആയിട്ടില്ല. അതങ്ങനെ. പക്ഷേ ദർ ഇസ് എ പോസിബിലിറ്റി. അത് കോഷ്യസ് ആയിട്ട് നിന്നില്ല എങ്കിൽ ഇത് വരാം. ഇതാണ് നമ്മൾ ചെയ്തു വരുന്നൊരു മൊത്തം സ്ട്രെയിൻ ഓഫ് ആക്ടിവിറ്റീസ്.